കേട്ടാൽ ഏതെങ്കിലും ആശയം പറയുന്നവരുണ്ടെങ്കിൽ അവരെ പിന്നാലെ പോയി നിങ്ങളെ ദീനിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രതയിൽ അകപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ താക്കീത് നൽകുകയാണ്. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വ ഇന്ന ബനി ഇസ്രായീല ബനൂ ഇസ്രായീൽ തഫറഖത് അലാ 72 മില്ല 72 വിഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരൊറ്റ കൂട്ടർ മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. സ്വഹാബത്ത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിജയിച്ച കൂട്ടരാരാണ് നബിയെ എന്നവിടുന്ന് ചോദിച്ചപ്പോ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് സിറാത്തുൽ മുസ്തഖീം. തറാവീഹ് 20 റക്അത്താണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ലോകത്തുള്ള അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സലഫ് സാലിഹീങ്ങളോട് അവരോട് സഹായം തേടാം, അവരോട് ഇസ്തിഗാസ നടത്താം, അവരോട് തവസ്സുൽ നടത്താം എന്ന് ലോകത്തോട് പഠിപ്പിച്ചത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളായ മുഹാജിരീങ്ങളായ സ്വഹാബികളുടെ മാതൃകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, സ്വഹാബികളെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും തൊപ്പിയും താടിയും വെച്ച് ഏതെങ്കിലും ഭിന്നമായ ആശയങ്ങൾ പറയുന്നവരുടെ കൂടെയാണോ നാട്ടുകാരെ ഞങ്ങൾ പോകേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു റിവായത്തിൽ മഹാനായ അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുന്നത് കാണാം. ഹിജ്റ 300കളിൽ ജീവിച്ച വലിയ മഹാനാണ്. ആരാണ് വിജയിച്ചവർ, ആരാണ് സ്വർഗവാസികളെന്ന് ചോദിച്ചപ്പോ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സദസ്സാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന നൂറുകണക്കിന് ആലിമീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങളും നാട്ടുകാരും ഉമറാക്കളും ഒരുമിച്ച് കൂടിയ സംഗമമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. മജ്മുഉൽ ഫതാവ എടുത്തു നോക്കിയാൽ കാണാം, ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ, ഈ ഉമ്മത്തിലെ സലഫു സ്വാലിഹീങ്ങളായ പൂർവികന്മാരായ പണ്ഡിതന്മാരാണ്, ഈ ഉമ്മത്തിലെ ഇമാമീങ്ങളാണ് എന്ന് മജ്മുഉൽ ഫതാവ പോലത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, എണ്ണിയാൽ ആയിരക്കണക്കിന് ഒരുപാട് ആലിമീങ്ങൾ, സലഫ് സാലിഹീങ്ങൾ അവർ കാണിച്ചു തന്ന മാർഗം ഏതാണോ അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ദ്രാജ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ കർണാടക മുസ്ലിം ജമാഅത്തും SYSഉം SSFും ഗൾഫ് രാജ്യങ്ങളിൽ KCF പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത്. പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് നമ്മുടെ നാട്ടിൽ സുഭദ്രമാകേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ഇന്ത്യൻ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരിയ സഞ്ചരി 40ഓളം പ്രഗൽഭരായ മുരീദുമാരെ ഇന്ത്യ രാജ്യത്തേക്ക് ലോകത്തിന്റെ യോഗഗുരു ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിയന്ത്രണത്തിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ദീനില്ലായിരുന്നു, ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതമില്ലായിരുന്നു, ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ
വിശ്വസിച്ചിരുന്ന സാഹചര്യമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് 3 തവണകളിലായി ഇസ്ലാമിക്കിന്റെ റിപ്പബ്ലിക്കിന്റെ റെവല്യൂഷൻ നടന്നിട്ടുണ്ട്, വിപ്ലവം നടന്നിട്ടുണ്ട്. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് മാലിക് ബിൻ ദീനാറും സംഘടികരും നമ്മുടെ കൊച്ചു കേരളമാകുന്ന രാജ്യത്തേക്ക് കടന്നു വന്ന് ആ രാജ്യത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ മഹാന്മാരായ സ്വഹാബികളെ സ്വീകരിക്കുകയും അവർ ഇവിടെ ദീനിന്റെ ശിലവാകി പരിശുദ്ധമായ ദീനിനെ അവിടെ ഇവർ പ്രചരിപ്പിക്കുകയാണ്. 100 ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഒഴുകി വരികയാണ്. കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ നവോത്ഥാനത്തെ കുറിച്ച് ഏതെങ്കിലും വേദി ഉണ്ടാക്കി താടിയും തലപ്പാവും തൊപ്പി വെച്ചുകൊണ്ട് ഏതെങ്കിലും വഹാബികൾ ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമിക നവോത്ഥാനം നടത്തിയത് ഞങ്ങളാണെന്ന് ആരെങ്കിലും അവകാശവാദം പറയുന്നുണ്ടെങ്കിൽ വകവെച്ചു കൊടുക്കാൻ ഈ രാജ്യം സമ്മതിക്കുന്നില്ല. ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 11ഓളം പ്രഗൽഭമായ പ്രസിദ്ധമായ പള്ളികൾ ഉണ്ടാക്കാൻ മഹാന്മാരായ സ്വഹാബികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിൻകാലത്ത് അവരുടെ മുരീദുമാർ, അവരുടെ ശിഷ്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖ്വാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി സഞ്ചരി തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പദയോട്ടം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാദയോട്ടം ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ മുരീദുമാർ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു എന്ന് പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ പാലപാഠം ഈ രാജ്യത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇസ്ലാമിന്റെ നവോത്ഥാനം ഇന്ത്യ രാജ്യത്ത് നടത്തുന്നത് മഹാന്മാരായ പൊന്നാണിയിലെ മഖ്ദൂമിങ്ങളെ കാലഘട്ടത്തിലാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. മൂന്നാമത്തെ ഒരു ഇസ്ലാമിക റെവല്യൂഷണറി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 1921 കാലഘട്ടത്ത് ഐക്യ സംഘം എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുഗ്രാമങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ വീടുകളിൽ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുതുബിയത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, തറാവീഹ് 20 നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരുന്ന, തവസ്സുല് നടത്തിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു സമുദായത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ ഐക്യ സംഘമാണെന്ന പേരും വെച്ചുകൊണ്ട് ഐക്യ സംഘമുണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു വിഭാഗം ആളുകൾ, പുത്തനാശയക്കാരായ ആളുകൾ, വഹാബികളായ ആളുകൾ, വിദഈകളായ ആളുകൾ, സലഫികളായ ആളുകൾ. അവർ സലഫികൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് അവർ പലതും പ്രചരിപ്പിച്ചു. മൗലിദ് പാരായണം നടത്താൻ കഴിയില്ല, ഇവിടെ കുതുബിയത്ത് നടത്താൻ കഴിയില്ല, തറാവീഹ് 8 റക്അത്താണ് 11ആണ്, പല വാദങ്ങളും പറഞ്ഞു. അപ്പോഴാണ് ധീരന്മാരായ പണ്ഡിതന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലത്തെ പ്രഗൽഭരായ പണ്ഡിതന്മാർ, അതിന് പിൻകാലങ്ങളിൽ നേതൃത്വം നൽകിയ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ മഹത്വമായ നേതൃത്വം മഹാനായ താജുൽ ഉലമ, മഹാനായ താജുൽ ഉലമ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. 1921 കാലഘട്ടങ്ങളിൽ അവർ ചിന്തിക്കുകയാണ്, ആലിമീങ്ങളെ മിണ്ടാതിരുന്നാൽ ഇവിടെ പരിശുദ്ധമായ ദീന് തകർന്നു പോകും, ഇതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കണം, ഇതിനെതിരെ ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കണം, ഇതിനെതിരെ ഞങ്ങൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നവർ മുൻകരുതലെടുത്തുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ സമസ്തയെ രൂപീകരിക്കുകയാണ്, ആലിമീങ്ങളെ സംഘടന ഉണ്ടാക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നും 40ഓളം ആലിമീങ്ങൾ നമ്മുടെ ഉലമാ സംഗമം, നമ്മുടെ ഉലമാക്കൾ നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്, നമുക്ക് ദീന് പഠിപ്പിച്ചു തരുന്നുണ്ട്, നമുക്ക് ചുക്കാണ് പിടിക്കുന്നുണ്ട്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പിൻകാലങ്ങളിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മുടെ യുവാക്കളിൽ ഭദ്രമാകണം, നമ്മുടെ ബാപ്പമാരിൽ ഭദ്രമാകണം. ഞങ്ങളെ മക്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കണമെന്ന മുൻകരുതലുള്ളത് കൊണ്ട് ഈ ഇന്ദ്രാജയിലെ നാട്ടിലുള്ള നാട്ടുകാർ ആദ്യ കാലഘട്ടത്തിൽ SSF എന്ന സംഘടനയുണ്ടാക്കിയപ്പോൾ ആദ്യമായി പ്രവർത്തനം ഇന്ദ്രാജ നാട്ടിൽ തുടങ്ങിയിരുന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ കേൾക്കാൻ കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് SSF ഇവിടെ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് SYS മുസ്ലിം ജമാഅത്തും KCF എന്ന സുന്ദരമായ മഹിതമായ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തും വിദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്നത്? പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു സമുദായം നിങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അയ്യുഹൽ മുഅ്മിൻ
മുഅ്മിൻ അയ്യുഹൽ മുഅ്മിനൂൻ ഓ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ് യഅനി ഇലൽ ഇസ്ലാമി വശറാഇഹി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കാനും അതിന്റെ ശരീഅത്തിന്റെ ചിട്ടങ്ങൾ പഠിപ്പിക്കാൻ ശരീഅത്തിന്റെ ചിട്ടങ്ങളെ ശിആറുകളെ ഇല്ലാതെയാക്കുന്ന ആളുകൾ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു തലമുറ ഒരു സമുദായം നിങ്ങളിൽ നിന്ന് വളർന്നു വരട്ടെ അവർക്കുള്ള ദൗത്യം എന്താണ് എവിടെയും അങ്ങാടിയിലിരുന്ന് ഫിത്ന നടത്താനല്ല എവിടെങ്കിലും ഇരുന്ന് ക്യാരം ബോർഡ് ചുറ്റാനല്ല ആരെക്കുറിച്ചും വേദികെട്ടി എന്തെങ്കിലും പറയാനല്ല വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ നാട്ടുകാർക്ക് നല്ലവരായ ആളുകൾക്ക് പരിശുദ്ധമായ ദീനിന്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വയൻഹൗന അനിൽ മുൻകർ ചീത്തയായ കാര്യങ്ങൾ നാടുകളിൽ അരുതായ്മകൾ നടക്കുമ്പോ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞൊരു സമുദായം വളർന്നു വരുമ്പോ അതിനെതിരെ ശബ്ദിക്കാൻ കലാലയങ്ങളിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഒരു തലമുറ നശിച്ചു പോകുന്ന കാലഘട്ടം വരുമ്പോ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ മക്കളെ അരുതായ്മകൾക്ക് നിങ്ങൾ കടന്നു പോകരുത് SSF സിന്ദാബാദ് എന്ന് തെരുവുകളിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങളും SSFന്റെയും SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും നേതൃത്വങ്ങൾ SSF സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്നത് വെറുതെയല്ല നാട്ടുകാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനാണ് നാട്ടുകാർക്ക് ദീനിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കാനാണ് വയൻഹൗന അനിൽ മുൻകർ ചീത്തയെ വിരോധിക്കാൻ വേണ്ടി നല്ലതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് കടന്നു വരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് ഇവിടെ SSF എന്ന SYS എന്ന മുസ്ലിം ജമാഅത്ത് എന്ന KCF എന്ന സുന്ദരമായ മഹിതമായ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഞങ്ങളുടെ നാടുകളിലും ഗൾഫ് രാജ്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനിക്ക് കാവൽ നിൽക്കാനോ രാഷ്ട്രീയക്കാരന്റെ പിന്നിൽ നിന്നുകൊണ്ട് മതം പറയാനോ മതം പറയാതിരിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ അടിയറ വെച്ചുകൊണ്ട് മതം പറയാൻ വേണ്ടിയല്ല SSF ഉള്ളത് SYS ഉള്ളത് മുസ്ലിം ജമാഅത്ത് ഉള്ളത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണോ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധമായ ദീൻ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അത് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ വേണ്ടി അവസരം തരുന്ന SSF തുറന്നു പറയാൻ അവസരം കൽപ്പിച്ചു തരുന്ന SYS മഹിതമായ KMJ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന KCF ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ് എന്തിനാണ് SSF എന്ന മഹിതമായ പ്രസ്ഥാനം ഞങ്ങളുടെ നാട്ടിന് ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്തെല്ലാം സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിന് വേണ്ടി SSF എന്ന പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ സുന്ദരമായ ചെറിയ കാലഘട്ടത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ആഖിറത്തിലെ പ്രവർത്തനത്തിന് ആഖിറത്തില് സുന്ദരമായ രൂപത്തിൽ നാളെ ഖബറിൽ കിടക്കുമ്പോ നാളെ ആഖിറത്തിലെത്തുമ്പോ നല്ല റാഹത്തോടുകൂടെ കിടന്നുറങ്ങാൻ നമ്മുടെ ആഖിറം ഭദ്രമാക്കാൻ നമ്മുടെ ജീവിതം ഭദ്രമാക്കാൻ പരിശുദ്ധമായ ഈ ദീനിനെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ SSF എന്ന പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ SSF എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസം എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ 2% കുറവുള്ള 8ലേറെ സംസ്ഥാനങ്ങൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന 2% കുറവുള്ള 8ലേറെ സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് 2%-ക്കാളും കൂടുതലുള്ള 22ഓളം സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീന് പഠിക്കാൻ അവസരമുണ്ടോ അവിടെ സ്ഥാപനങ്ങളുണ്ടോ അവിടെ മദ്രസകളുണ്ടോ അവിടെ ആലിമീങ്ങളുണ്ടോ ഇൽമ പഠിപ്പിക്കുന്ന ആളുകളുണ്ടോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് SSF എന്ന പ്രസ്ഥാനം ഇന്നങ്ങകളിൽ ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും അസ്സാമിലേക്കും ഛത്തീസ്ഗഡിലേക്കും പഞ്ചാബിലേക്കും കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലെ ആലിമീങ്ങളായ പണ്ഡിതന്മാർ അവിടെല്ലാം ദീന് പ്രചരിപ്പിക്കുകയാണ് അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്
ഭൗതികമായ വിദ്യ എന്തെന്നറിയാത്ത, പരിശുദ്ധമായ ദീനിന്റെ ബാലപാഠം അറിയാത്ത പിഞ്ചു പൈതലുകളെ വിളിച്ചു കൊണ്ടുവരുത്തി അവർക്ക് ഒരു ഭാഗത്ത് ABCD പഠിപ്പിച്ചു കൊടുക്കുമ്പോ മറ്റൊരു ഭാഗത്ത് അലിഫ് ബാ ത എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ SSF എന്ന സുന്ദരമായ മഹിതമായ പ്രസ്ഥാനം നടത്തി വരുന്നുണ്ട്. നമ്മുടെ കർണാടകയിലെ നോർത്ത് കർണാടകയുടെ ഭാഗത്തിലേക്ക് പോയി ചെന്നാൽ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചരിത്രം പറഞ്ഞു കൊടുത്താൽ അവർ എള്ളിದ್ದಾರೆ എന്ന് കേൾക്കുന്ന ഒരു സമുദായം ഇന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തിലെ നോർത്ത് കർണാടകയിലെ ഭാഗത്തുണ്ടെങ്കിൽ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് KCF-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, SSF-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇഹ്സാൻ എന്ന സുന്ദരമായ മഹിതയമായ പ്രസ്ഥാനം അവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ദീന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ എത്രയെത്ര പ്രവർത്തനങ്ങളാണ് ഈ SSF ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു വരുന്നത്. പാവങ്ങളായ നൂറുകണക്കിന് ആളുകൾക്ക് താമസിക്കാൻ കുടിലുകളില്ലാത്തപ്പോ അവർക്ക് സുന്ദരമായ വീട് വെച്ചു കൊടുക്കുന്ന സുന്ദരമായ പ്രസ്ഥാനം. വെള്ളത്തിന്റെ സൗകര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിലായി കുടിക്കാൻ വെള്ളമില്ലാത്ത കുഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പ്രാഥമികമായ ആവശ്യങ്ങൾ ആ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത മഹിതമായ സുന്ദരമായ പ്രസ്ഥാനം. രോഗികളായ ആളുകൾക്ക്, അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പള്ളികളുടെ കുറവുണ്ടോ എന്ന് വീക്ഷിച്ചുകൊണ്ട് പള്ളികളില്ലാത്ത ഇടങ്ങളിൽ, മദ്രസകളില്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ SSF-ഉം SYS-ഉം മുസ്ലിം ജമാഅത്തും KCF-ഉം അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. പള്ളികൾ ഉണ്ടാക്കുന്നുണ്ട്, മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്, സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി, അവരെ കലകളെ പുറത്തെടുക്കാൻ വേണ്ടി പ്രതിഭോത്സവം എന്ന പേരിൽ, സാഹിത്യോത്സവം എന്ന പേരിൽ കുട്ടികളെ പാട്ട് പാടിച്ചുകൊണ്ട്, പ്രഭാഷണം നടത്തിക്കൊണ്ട്, എഴുത്തിക്കൊണ്ട് ഈ സമൂഹത്തിലേക്ക് വലിയ പ്രഭാഷകന്മാരായി, വലിയ എഴുത്തുകാരായി ഈ രാജ്യത്തേക്ക് അവരെ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ SSF-ന്റെ കീഴിലായി നടക്കുമ്പോ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ഞങ്ങളെ മക്കളെ SSF-ന്റെ പ്രവർത്തകരാകണം. ഞങ്ങളെ ഭർത്താക്കന്മാര്, ഞങ്ങളെ വാപ്പമാര് SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും മെമ്പർമാരാക്കണം. നാളെ മരിച്ച് ഞങ്ങളെ മയ്യത്തും കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെച്ചാൽ ഞങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്റെ കൂടെ SSF-ന് വേണ്ടി, എന്റെ കൂടെ SYS-ന് വേണ്ടി, മുസ്ലിം ജമാഅത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങളെ SSF-ന്റെ പ്രസ്ഥാനം മറക്കില്ല. വീട്ടിലേക്ക് വന്നുകൊണ്ട് തഹ്ലീലുകൾ നടത്തുന്നു, യാസീനുകൾ ഓതുന്നു, ഖത്മുകൾ നടത്തുന്നു. ഇങ്ങനെ ഞാൻ നാളെ മരിച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എവിടെയെല്ലാം ഈ മഹിതമായ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടോ ആ നാടുകളെല്ലാം അവിടെയുള്ള മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് തഹ്ലീൽ നടത്തുകയാണ്, യാസീൻ ഓതുകയാണ്. പരിശുദ്ധമായ ഹറമുകളിൽ ഉംറക്ക് പോയ ഹാജിമാരും ഉംറ ചെയ്യുന്നതായ മുഅ്തമിരീങ്ങളുമെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവോട് കൈനീട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് എന്തെല്ലാം പ്രതിസന്ധികളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിനെതിരെ ഭരണകൂടം ശബ്ദിച്ചപ്പോ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ മദ്രസ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു അമുസ്ലിമായ ആളാണെങ്കിലും അവനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസകളാണ്. നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ ആലിമീങ്ങളാണ്. എങ്ങനെയാണ് ചെറിയവരോട്, വലിയവരോട്, വാപ്പമാരോട്, ഉമ്മമാരോട്, നാട്ടുകാരോട് ഏതു രൂപത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രസ്ഥാന ചിട്ടയാണ് മദ്രസ എന്ന് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ അവിടെ നടിച്ചമർത്താൻ വേണ്ടി വന്നപ്പോ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് ഇവിടെ വഖഫ് എന്ന ബില്ലിനെ തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ നിങ്ങൾക്കറിയാമോ, സിറാജ് എന്ന ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന KM ബഷീർ എന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നൊടുക്കിയ ഒരു ക്രൂരനായ IS-കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഒരു ജില്ലയുടെ കലക്ടറായി നിയമിച്ചപ്പോ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ല, ഒരു കൊലപാതകൻ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ, ഒരു രാജ്യത്തിന്റെ IAS പദവിയിലുള്ള ഒരു വ്യക്തി അവൻ കൊലപാതകിയാണെങ്കിൽ പോലും കലക്ടറാകാൻ അദ്ദേഹത്തിന് അനുമതിയില്ല, അദ്ദേഹത്തിന് അർഹതയില്ല. ഞങ്ങൾ തെരുവ്
തെരുവിലിറങ്ങേണ്ടതുണ്ട് എന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ ഖായിദുസ്സമാൻ സുൽത്താനുൽ ഉലമ ശൈഖുനാ സുൽത്താനുൽ ഉലമ പറഞ്ഞപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ ശബ്ദിക്കുകയാണ്. ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഒരു കൊലപാതകന് ഇവിടെ ഒരു IAS-കാരനിക്ക് കലക്ടറാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ നിന്ന് സർക്കാർ പിൻവലിക്കുകയാണ്. ലവ് ജിഹാദിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, ഹിജാബിന്റെ പേരിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് കൊണ്ടുവന്ന് ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ശബ്ദിക്കുമ്പോ നമ്മുടെ ആലിമീങ്ങളായ പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടത്തും അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. നമ്മുടെ സംഘടന മുന്നിൽ നിർത്തി അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആലിമീങ്ങൾ ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും അപ്പീലുകൾ നമ്മുടെ ആലിമീങ്ങളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്താൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് SSF എന്ന് ചോദിക്കുന്നവരോട് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് നമുക്കറിയുന്നവരാണ്. ഒഗട്ടിനള്ളി വളവിതെ ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നാട്ടിൽ ഒരുമിച്ച് നടത്തുമ്പോ നാട്ടിലേക്ക് വഹാബികൾ വരുമ്പോ, പുത്തനാശയക്കാർ വരുമ്പോ അവരെ നാട്ടിൽ നിന്ന് സുന്ദരമായ മഹിതമായ യഥാർത്ഥ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഒരുമയോടുകൂടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ നമുക്ക് ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ കഴിയുമെന്ന് നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങളായ എല്ലാ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. SSF എന്ന SYS എന്ന മുസ്ലിം ജമാഅത്ത് എന്ന ഈ സുന്ദരമായ പ്രസ്ഥാനം തിന്മകൾക്കെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും ശബ്ദിച്ചിട്ടുണ്ട്. നല്ലത് പഠിപ്പിക്കാൻ, ചീത്തയെ വിരോധിക്കാൻ ഒരു സമൂഹം ഈ നാട്ടിൽ വളർന്നു വരണം എന്ന മുൻകൂർ വീക്ഷണയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഇവിടെ സുന്ദരമായ ഉലമാക്കളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ്. SSF എന്ന ഒരു പ്രസ്ഥാനം വളർത്തുകയാണ്. SYS എന്ന പ്രസ്ഥാനം വളർത്തുകയാണ്. മുസ്ലിം ജമാഅത്ത് അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സംഘടനകളെ കെട്ടി ഉയർത്തിയ നമ്മുടെ മുൻകാല ആലിമീങ്ങൾ, നമ്മുടെ ഈ സദസ്സ് മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിനെ അനുസ്മരിക്കുന്ന സദസ്സാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ലോകാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമോഫോബിയ ഭീകരന്മാരാണ്, മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിമീങ്ങൾ വെടിവെക്കുന്നവരാണ്, മുസ്ലിമീങ്ങൾ അക്രമം നടത്തുന്നവരാണ് എന്ന ഇസ്ലാമോഫോബിയ നാട് നീളെ പരത്തുന്ന മാധ്യമങ്ങളും ചില ആളുകളും അതിനെതിരെ എന്താണ് ഇസ്ലാമോഫോബിയ? ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം ഉഗ്രവാദം പഠിപ്പിക്കുന്നില്ല, തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അക്രമത്തിൽ മരണപ്പെടുന്നവൻ, അക്രമിക്കുന്നവൻ, അക്രമത്തിന് ഇറങ്ങുന്നവൻ, അക്രമത്തിന് ആഹ്വാനം നൽകുന്നവൻ, ഭീകരവാദത്തിന്റെ കൂടെ പോകുന്നവൻ, തീവ്രവാദത്തിന്റെ കൂടെ പോകുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ SSFന്റെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. SYSന്റെയും SSFന്റെയും പ്രവർത്തകരാകുന്ന ഞങ്ങൾ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് എന്താണ് SSF എന്ന് ആളുകൾ മനസ്സിലാക്കണം. ഞാൻ കാരണമായി എന്റെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ദീനിന്റെ ഈ സംഘടനയ്ക്ക് ഒരിക്കലും കോട്ടം വരാൻ പാടില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചില ആളുകളുണ്ട് കേവലം പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരും, കേവലം പതാക പിടിക്കാൻ വേണ്ടി വരും, പക്ഷേ നിസ്കാരമില്ല. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതെ, നിസ്കരിക്കാതെ, പോസ്റ്റർ ഒട്ടിച്ചത് കൊണ്ടോ, സിന്ദാബാദ് വിളിച്ചത് കൊണ്ടോ, ഞാനൊരു SSF കാരനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ചെറുപ്പക്കാര്, നാം ഒരു SSF കാരനാകണമെങ്കിൽ ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി, ഞാൻ 5 വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവനാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു ബഅദ തൗഹീദ് അസ്സലാ.
നാളെ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കൊണ്ടുപോയി ഖബറിലേക്ക് 6 അടി മണ്ണിൽ താഴ്ത്തി വെക്കുമ്പോ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെ തൗഹീദിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചാൽ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യ, നീ നിസ്കരിച്ചിട്ടുണ്ടോ? നീ 5 വക്ത് നിസ്കരിച്ചവനാണോ എന്ന ചോദ്യമാണ്. അല്ലാതെ നീ ഡോക്ടറാണോ, നീ ഇന്നതിന്റെ മെമ്പറാണോ, നീ SYS കാരനാണോ? അതിനെല്ലാം വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനവും അതിന്റെ വകയും നമുക്ക് ആഖിറത്തിൽ കിട്ടണമെങ്കിൽ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുന്നവരാകരുത്. നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറുകണക്കിന് സ്വഹാബത്തിന്റെ മുമ്പിൽ ഒരു ഉദാഹരണം പറയുകയാണ്. ഓ സ്വഹാബ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിലൂടെ ഒരു പുഴ ഒഴുകി, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിലൂടെ ഒരു പുഴ ഒഴുകി പോവുകയാണ്. ആ പുഴയിൽ എല്ലാ ദിവസം 5 തവണ നിങ്ങൾ ഇറങ്ങി കുളിക്കുകയാണ്. എന്നാൽ നിങ്ങളെ ശരീരത്തിൽ അഴുക്കു ബാക്കിയാകുമോ സ്വഹാബ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, ഒരു ദിവസം 5 തവണ കുളിച്ചാൽ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാകില്ല നബിയെ എന്ന് പറഞ്ഞപ്പോ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, 5 വക്ത് നിസ്കരിക്കുമ്പോൾ, സുബ്ഹി നിസ്കരിച്ചാൽ, ളുഹർ നിസ്കരിച്ചാൽ, അസ്റും മഗ്രിബും ഇശാഉം നിസ്കരിക്കുമ്പോ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ അല്ലാഹു പുറത്തു തരാൻ കാരണമാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ രാത്രി റജബ് 27ന്റെ രാത്രിയാണ്, ധന്യമായ രാത്രിയാണ്, ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ രാത്രിയാണ്. ഇന്നത്തെ രാത്രി ഒരിക്കലും വെറുതെയാകില്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്നതാ റോക്കറ്റുകൾ, എത്രയോ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് സെക്കൻഡുകളിൽ സഞ്ചരിക്കുന്ന റോക്കറ്റുകൾ ഉണ്ടാകാം, ക്ഷിപണികൾ ഉണ്ടാകാം. അതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാക്കാൻ കഴിയാത്ത ബുറാഖ് എന്ന വാഹനത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല റാജ് നടത്തിയ രാത്രിയാണ്. അബൂ ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീലിന്റെ കൂടെ യാത്ര നടത്തുകയാണ്. അതിന് ഇസ്റാ എന്ന് പറയുന്നല്ലോ. ബാറക്നാ ഹൗല, ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം ബറക്കത്തുള്ളതാണ്. മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം ബറക്കത്തുള്ളതാകുന്നത്. മിനൽ അംബിയാ, മിനൽ ഖുബൂരിൽ അംബിയാ, അംബിയാക്കളെ മക്ബറകൾ എവിടെയുണ്ട്, സ്വാലിഹീങ്ങളെ ഖബറുകൾ എവിടെയുണ്ട്, നബിമാരെ ഖബറുകൾ എവിടെയുണ്ട്, മഹത്തുക്കളെ മക്ബറ എവിടെയുണ്ട്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം അത് ബറക്കത്തുള്ളതാണ്. ഇസ്റാ മിഅ്റാജ് യാത്ര നടത്തിയ രാത്രി ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തൊരാളും എത്തിപ്പെടാത്ത ഒരിടത്തേക്ക് അവിടുന്ന് എത്തിച്ചെല്ലുകയാണ്. അള്ളാന്റെ സന്നിധാനത്തിലേക്ക് എത്തുന്ന രംഗമാണ്. ഇന്നത്തെ ക്ഷിപണികൾ, ഇന്നത്തെ റോക്കറ്റുകൾ അത് ഒന്നാം ആകാശത്തിലേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതുവരെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നമുക്ക് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ലഭിച്ച 5 വക്ത് നിസ്കാരം
എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഉമ്മമാരെ, ഒരിക്കലും ഏത് തിരക്കുണ്ടെങ്കിലും എവിടെ പോയാലും നിസ്കാരം ഒഴിവാക്കുന്നവരാകരുത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വേദിയിൽ നമുക്ക് പ്രൗഢമായ പ്രഭാഷണം നടത്തിത്തരുന്ന, നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം 35 വർഷത്തിലേറെയായി ഈ സമുദായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ പേരോട് ഉസ്താദ്, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരാൻ ഒരുങ്ങിയിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിന് ഇനിയും ഒരുപാട് കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ. എത്ര ആളുകളാണ് ഉസ്താദിന്റെ പ്രഭാഷണം കേട്ട് പഠിച്ചുപോയ ആശയത്തിൽ നിന്ന് മടങ്ങി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് വരുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാ പുത്തനാശയക്കാർക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പഠിക്കാനും പരിശുദ്ധമായ യഥാർത്ഥമായ ആശയത്തിലേക്ക് കടന്നു വരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവരെയും അല്ലാഹു തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിപ്പിക്കാൻ, വിശ്വസിച്ചു ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിർത്തുകയാണ്. നമ്മുടെ വേദിയിൽ ഒരുപാട് പ്രഗൽഭരായ ആലിമീങ്ങളായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് അവർക്ക് സ്വാഗതമായി അരുളിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തായ പരിപാടിയിൽ പ്രാസ്താവിക ഭാഷണം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സ്വാഗതമോതുകയാണ്. എന്നെ നാം ഏവരും ആകാംക്ഷയോടുകൂടെ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വരവാണ് നമ്മളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. ഉസ്താദിന്റെ പ്രധാന ശിഷ്യനും കർണാടകയിലേക്ക് നമുക്ക് ഉസ്താദ് തന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ സുറൈജി സഖാഫി അവരുടെ